സാറാ, സാറോയ്, എൻ്റെ പൊന്ന് സാറാമ്മ ഒന്ന് വിളി കേക്കൊന്ന്. എന്തിനാ മനുഷ്യ കിടന്ന് അല്ലറണേ? ഞാൻ ഈ തൊട്ടടുത്ത് തന്നെ ഇരിപ്പില്ലേ. ഒരു തുള്ളി കഞ്ഞിവെള്ളം എടുത്തരാൻ പോലെ വീട്ടിലാരുമില്ലല്ലോ. എൻ്റെ കൈ തന്നെ വേണമെന്നുണ്ടോ? 2 മക്കളില്ലേ, അവരോട് പറ. ഓ, അപ്പം അതാണ് കാര്യം. മകനോടുള്ള ദേഷ്യമാണല്ലോ എന്നോട് തീർക്കുന്നത്. ഓ പിന്നെ, എനിക്കങ്ങനെ ദേഷ്യമൊന്നുമില്ല. എൻ്റെ പൊന്ന് സാറക്കുട്ടി, നിന്നെ എനിക്കറിയില്ലേ. നിന്റെ മനസ്സൊന്ന് വിഷമിച്ച് എനിക്കറിയാം. എൻ്റെ പൊന്ന് ജെയിംസിച്ച, എത്ര നാളായിട്ട് ഞാൻ ആ ചെറുക്കനോടൊന്ന് പറയുമെന്ന് കല്യാണം കഴിക്കാൻ. നമ്മൾ എത്ര നാൾക്ക് മുമ്പേ അവർക്ക് വാക്ക് കൊടുത്തത് അവരുടെ കല്യാണം. ഇവൻ ഈ അവസാന നിമിഷം ഇങ്ങനെയൊക്കെ പറയാൻ ഞാൻ എന്താ പറയുക? അവൻ കൊച്ചല്ലേടി. കൊച്ചോ? 10-25 വയസ്സുള്ള അവൻ കൊച്ചോ? അവൻ ഇത്രയും ദിവസമായിട്ട് എന്തേ എന്നെ ഒന്ന് കാണാൻ വരാത്തെ? കാണാൻ വരാനായിട്ട് അവൻ എങ്ങോട്ടും പോയിട്ടൊന്നുമില്ലല്ലോ. അവൻ ഇവിടെ തന്നെയില്ലേ. തമാശ കളിക്കല്ലേ. അവൻ എത്ര ദിവസമായി വീട്ടിൽ കാല് കുത്തിയിട്ട് നിങ്ങൾക്കറിയാവോ? ഇല്ല. അതെങ്ങനെയാ? അപ്പൻ ഇതിനൊന്നും നോക്കാൻ നേരമില്ലല്ലോ. 24 മണിക്കൂർ ആ മൊബൈലിലും കുത്തി ഇവിടെ അങ്ങ് ഇരിപ്പ. മകനുള്ള കമ്പനിയും അതും ഇതും എല്ലാം മകൻ്റെ തലയിലോട്ടങ്ങ് ഏൽപ്പിച്ചു കൊടുത്തിട്ട്, മകനാകട്ടെ സ്വന്തം ഇഷ്ടത്തിന് അങ്ങ് നടക്കുക. അവന് കല്യാണവും വേണ്ട, പെണ്ണും വേണ്ട. ഇവൻ ആര് പിന്നെ പെണ്ണ് കൊടുക്കും? എൻ്റെ സാറാമ്മേ, അവൻ അത് തീരുമാനിച്ചോളും. നീ ഒന്ന് അടങ്ങ്. ഒന്നുമില്ല രണ്ടുമില്ല. ഞാൻ ദേ അവരോട് വാക്ക് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ കല്യാണക്കാര്യം. എത്രയും വേഗം അത് നടക്കണം. ആ, എന്തേലും ആവട്ടെ. എന്തായാലും അവൻ ഇന്ന് വരുന്നുണ്ട്. അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ അവൻ എന്തെങ്കിലുമൊക്കെ ആക്കി വെക്ക്. ആ, വരുന്നുണ്ടോ? വരട്ടെ, അവനെ ശരിയാക്കുന്നുണ്ട്. എൻ്റെ എല്ലാം എല്ലാം അല്ലേ, എൻ്റെ ചേലത്തെ ചെമ്പരം നല്ലേ, നിന്റെ കാലിലെ കാണാ പാദസ്വരം ഞാനല്ലേ, എനിക്കല്ലേ, നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. ആ ചന്ദനപ്പൊട്ട് ഞാനിങ്ങ് എടുക്കുവാ. എൻ്റെ പൊന്നു തെവിനെ ഒന്ന് പറഞ്ഞിട്ടൊക്കെ വാ.